നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മ പറഞ്ഞ കഥയും കാര്യവും. വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ മധുരയ്ക്ക് പോയ സമയം ഗോപികളെയോ രാധയെയോ ആരെയും കൂടെ കൊണ്ടുപോയില്ല. അതിൽ അവർ വളരെ ദുഃഖിതരായിരുന്നു. ഈ സമയം മധുരയിൽ നിന്ന് വൃന്ദാവനത്തിലെത്തിയ ഉദ്ധവർ രാധയോട് ചോദിച്ചു, ഭഗവാൻ തിരിച്ചു വരണമെന്നോ അല്ലെങ്കിൽ തങ്ങളെ കൂടി മധുരയ്ക്ക് കൊണ്ടുപോകണമെന്നോ ഒക്കെയുള്ള സന്ദേശങ്ങൾ ഗോപികൾ ഭഗവാന് അയച്ചു കാണുന്നു. രാധ മാത്രം അങ്ങനെയുള്ള സന്ദേശമൊന്നും നൽകി കണ്ടില്ല. എന്താണത്? രാധ പറഞ്ഞു, വീട്ടിലെ യജമാനൻ പുറത്തു പോകുമ്പോൾ ജോലിക്കാരനെ കൊണ്ടുപോവുകയോ കൊണ്ടുപോകാതിരിക്കുകയോ ചെയ്യാം. കൊണ്ടുപോയില്ലെങ്കിൽ സേവകൻ എന്തു ചെയ്യും? വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളെല്ലാം ചെയ്ത് അദ്ദേഹത്തെയും കാത്തിരിക്കും. ഞാൻ ഭഗവാന്റെ ദാസിയാണ്. എന്നെ കൂടെ കൊണ്ടുപോകാനോ കൊണ്ടുപോകാതിരിക്കാനോ ഉള്ള അധികാരം ഭഗവാനുണ്ട്. അവിടുന്ന് എന്നെ കൊണ്ടുപോയിരുന്നെങ്കിൽ അതിൽ പരം സന്തോഷം എനിക്ക് വേറെയില്ല. അതേസമയം കൊണ്ടുപോകാത്തതിൽ ഞാൻ ദുഃഖിച്ചു തളരുന്നുമില്ല. ഞാൻ എൻ്റെ ഹൃദയമാകുന്ന ശ്രീകോവിൽ വൃത്തിയാക്കി പ്രേമമാകുന്ന ദീപം തെളിയിച്ച് കാത്തിരിക്കുകയാണ്. ഒരു ദാസി എന്ന നിലയിൽ അതാണ് എൻ്റെ കടമ. അതുകൊണ്ടാണ് ഭഗവാന് ഞാൻ പ്രത്യേക സന്ദേശം അയക്കാത്തത്. ഈ ഒരു മനോഭാവമാണ് ഈശ്വരനോട് നമുക്കുണ്ടാകേണ്ടത്. ഈ ഒരു ശരണാഗതിയിൽ കൂടിയേ നമുക്ക് ഈശ്വരനെ പ്രാപിക്കാൻ കഴിയൂ. ഹരി ഓം നമഃശിവായ.